കൃഷിയും വിജ്ഞാനവും ആഗ്രി ആൻഡ് നോളജ് ടോട്ടൽ അഗ്രി കൃഷിയും വിജ്ഞാനവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിമിതമായ സ്ഥലത്ത് നമുക്ക് വേണ്ട പച്ചക്കറികൾ നാം തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമായി വന്നിരിക്കുന്നു. ഞാൻ ബിന്ദു ജയമാണ്. സ്യൂഡോമോണസ് എന്താണ്, എങ്ങനെ തയ്യാറാക്കാം, എപ്പോൾ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ചെടികൾക്ക് പുഷ്ടിയോടെ വളരാനും കൂടുതൽ ശിഖരങ്ങളുണ്ടാകാനും പൂവിടാനുമായി മണ്ണിലെ ജൈവാംശത്തിൻ്റെ സാമീപ്യത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്ന നിരവധി ജീവാണുക്കളിൽ ഒന്നാണ് ഈ സ്യൂഡോമോണസ് എന്ന മിത്ര ബാക്ടീരിയ. ഇവ എല്ലാത്തരം മണ്ണിലും ഒരു ചെറിയ അളവിൽ സ്വാഭാവികമായി തന്നെ ഉണ്ട്. ഈ മണ്ണിൽ നിന്ന് തന്നെ വേർതിരിച്ച് ശുദ്ധീകരിച്ചെടുത്ത് സ്യൂഡോമോണസ് ബാക്ടീരിയയെ പ്രവർത്തനം ചെയ്ത ശേഷമാണ് നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്നത്. ഈ സ്യൂഡോമോണസ് ഏത് വിധമാണ് സസ്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതെന്ന് പറയാം. ഒന്നാമതായി, ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിൻ, സൈറ്റോകൈനിൻ എന്നീ ഹോർമോണുകൾ വിത്തുകൾ മുതൽ സസ്യങ്ങളുടെ എല്ലാ വളർച്ചാഘട്ടത്തിലും വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. രണ്ടാമതായി, ഇവ ഉൽപ്പാദിപ്പിക്കുന്ന കുമിൾനാശക സംയുക്തങ്ങൾ സസ്യങ്ങൾക്ക് രോഗകാരണമായ കുമിളുകളുടെ വളർച്ചയെ അടിച്ചമർത്തുന്നു. ഇനി സ്യൂഡോമോണസ് തയ്യാറാക്കേണ്ട വിധം പറയാം. സാധാരണയായി ദ്രാവക രൂപത്തിലും പൊടി രൂപത്തിലുമാണ് സ്യൂഡോമോണസ് നമുക്ക് കടകളിൽ ലഭ്യമാവുക. നാം മേടിക്കുന്ന കവറിൽ സ്യൂഡോമോണസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കാണും. എന്നാലും ശ്രദ്ധിക്കേണ്ടതാണ്, അതായത് പൊടി രൂപത്തിലുള്ളവ 2 തരത്തിലുണ്ട്. അതായത് 4 മുതൽ 6 മാസം വരെ സൂക്ഷിപ്പ് കാലാവധിയുള്ള സ്യൂഡോമോണസ് ആണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി വേണം ലായനി തയ്യാറാക്കാൻ. ഇനി നമ്മൾ മേടിക്കുന്നത് 1 വർഷം വരെ കാലാവധിയുള്ള സ്യൂഡോമോണസ് പൊടിയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം കലക്കിയാൽ മതിയാകും. ഇനി ദ്രാവക രൂപത്തിലുള്ള സ്യൂഡോമോണസ് ആണെങ്കിൽ 5 മില്ലി മതി 1 ലിറ്റർ വെള്ളത്തിലേക്ക്. സ്യൂഡോമോണസ് ലായനി തയ്യാറാക്കേണ്ട വിധം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ ഉപയോഗക്രമങ്ങളൊന്ന് നോക്കാം. വിത്തുകൾ നടാനുള്ള വിത്തുകൾ അവ കുതിരാനാവശ്യമായ സമയത്തോളം സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കണം. കമ്പുകൾ, തൈകൾ, വേര് പിടിപ്പിക്കാനുള്ള കമ്പുകൾ, അതുപോലെ തന്നെ പറിച്ച് നടാനുള്ള തൈകൾ, ഇവ 1 മണിക്കൂറോളം സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വയ്ക്കാം. സസ്യങ്ങളുടെ വേരുപടലം നിറയുന്ന ഭാഗം അത്രയും നനയാൻ തക്ക അളവിൽ മാത്രം വേണ്ട സ്യൂഡോമോണസ് ലായനി മേൽമണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കരിയില ഉപയോഗിച്ച് പുതയിടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്യൂഡോമോണസ് ലായനി ചെടികളിൽ സ്പ്രേയും ചെയ്യാവുന്നതാണ്. നമ്മുടെ ചെടികളുടെ വളർച്ചാ സ്വഭാവം അനുസരിച്ച് മണ്ണിലും ചെടിയിൽ തന്നെ സ്പ്രേയായും സ്യൂഡോമോണസ് മാസത്തിൽ 1-2 തവണ ചെയ്യാവുന്നതാണ്. ചെടികളിലെ കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ മഴക്കാലത്ത് ഈ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. ഇനി സ്യൂഡോമോണസ് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. സ്യൂഡോമോണസ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ എക്സ്പയറി ഡേറ്റ് നോക്കി വേണം മേടിക്കുവാൻ. സീൽഡ് കവറാണോ എന്നും നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരിക്കൽ തുറന്നാൽ മുഴുവനായും അപ്പോൾ തന്നെ ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. വലിയ പാക്കറ്റാണെങ്കിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി ആവശ്യത്തിനുള്ള സ്യൂഡോമോണസ് എടുത്തതിന് ശേഷം ഉടൻ തന്നെ എയർ ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കുക. അതുപോലെ തയ്യാറാക്കിയ സ്യൂഡോമോണസ് ലായനി 2 മണിക്കൂറിലേറെ സൂക്ഷിച്ച് വയ്ക്കരുത്, ഉടൻ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. വളങ്ങളും സ്യൂഡോമോണസ് ലായനിയും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. സ്യൂഡോമോണസ് ലായനി ചെടികൾ സ്പ്രേ ചെയ്യുന്നത് വൈകിട്ടായിരിക്കണം, ഉച്ച സമയത്ത് അത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും വളങ്ങളുടെ കൂടെ കൂട്ടിക്കലർത്തിയും സ്യൂഡോമോണസ് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം കൃഷിയും വിജ്ഞാനവും എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കൂടുതൽ കൃഷി അറിവുകൾക്കായി കൃഷിയും വിജ്ഞാനവും
അഗ്രി ആൻഡ് നോളജ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു. Subscribe now and press the bell icon. Never miss an update.